എന്തുകൊണ്ടാണ് ഫാറ്റ് ലോസിന് ഒരുപാട് ടൈം പീരീഡ് വേണ്ടത്? രണ്ടാമത്തേത്, എന്തുകൊണ്ടാണ് ജിമ്മിൽ പോയിട്ടും എനിക്ക് യാതൊരു റിസൾട്ടും കാണാത്തത്? ഇതിൻ്റെ ഉത്തരം ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ച് കേട്ടോണം. ഈ ഒരു തേപ്പിനെ നമുക്ക് നമ്മളുടെ ബോഡിയായിട്ട് സങ്കല്പിക്കാം. ഈ മുകളിലത്തെ ഈ യെല്ലോ ലെയർ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നി ഫാറ്റായിട്ട് അല്ലെങ്കിൽ ഫാറ്റ് പേഴ്സൻ്റായിട്ട് നമുക്ക് കണക്കാക്കാം. നിങ്ങൾ ആദ്യമൊക്കെ ജിമ്മിൽ പോകുമ്പോൾ ഡെയിലി നിങ്ങൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുക, ഡയറ്റ് നോക്കുകയും ചെയ്താൽ ഈ ഒരു ഒറ്റ ലെയർ മാത്രമായിരിക്കും നിങ്ങൾക്ക് കുറയുന്നത്. ഈ ലെയർ കുറഞ്ഞെന്ന് പറഞ്ഞ് ഈ ഒരു ടേപ്പിൻ്റെ വലിപ്പത്തിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുമോ? ഇല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഫാറ്റ് ലോസ്. ഡെയിലി നിങ്ങൾ നോക്കുമ്പം വിസിബിൾ അല്ല, പക്ഷേ നിങ്ങൾക്ക് ഫാറ്റ് കുറയുന്നുണ്ട്. സെക്കൻഡ് ഡേ നിങ്ങൾ വീണ്ടും ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരൊറ്റ ലെയർ മാത്രമായിരിക്കും കുറയുന്നത്. അപ്പോഴും നിങ്ങൾക്ക് ബോഡിയിലൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ഒരു 1 വീക്ക് 2 വീക്ക് 1 മന്ത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ ഒരു ലെയർ കുറഞ്ഞ് നിങ്ങൾക്ക് ബോഡിയിൽ ആ ഒരു ഫീല് തോന്നും. ഓക്കെ, ഇതുകൊണ്ടാണ് നിങ്ങൾ ഒരു 1 വീക്കൊന്നും പോയാൽ ചില സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഒരു ഫീലും തോന്നാത്തത്.